പ്രയർ ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന ആരാണ്? ദൈവമാണ് നമ്മളെ കൂട്ടിക്കൊള്ളുന്നത്. സ്തോത്രം. അതോർത്ത് ദൈവത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പട്ടണത്തിൽ മൃഗങ്ങൾ വന്നുപോലാ. സ്തോത്രം. ദൈവമാണ്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ കുടിയേറ്റത്തിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആ ഉദ്ദേശം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം. അതങ്ങനെ തന്നെ ചെയ്യും. അത് നിശ്ചയമായിട്ട് നടക്കും. ഓരോരുത്തർ പറയുന്ന സാക്ഷ്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്നെ വളരെ ടച്ച് ചെയ്യും. പറഞ്ഞൊരു സാക്ഷ്യം അവരുടെ യാത്രയെ പറ്റി പറഞ്ഞു. സ്തോത്രം. എന്നെ ടച്ച് ചെയ്ത വിഷയം എന്ന് അറിയാമോ? അവർ വാങ്ങിച്ചു വെച്ച ഒരു സുവനീർ കയ്യിലുണ്ട്. ദൈവാത്മാവ് പറഞ്ഞ് അതെടുത്ത് മാറ്റാൻ. അത് എന്നെ പിടിച്ചു വിളിച്ച കാര്യം. പലപ്പോഴും ചില കാര്യമൊക്കെ നമ്മുടെ കൈ വെച്ചേക്കും. നമ്മൾ പ്രാർത്ഥിക്കും. ദൈവം പറഞ്ഞ അടുത്ത് മാറ്റാമെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് യോശുവയുടെ ദൈവം പറഞ്ഞു. യോശുവ കരഞ്ഞു വിളിക്കുക. യഹോവയുടെ വട്ടത്തിന് മുമ്പേ കിടന്ന് കരയുക. യഹോവയെ പ്രൈസിലോട് ഞങ്ങളെ ഇവിടെ നിന്നേക്കാക്കിയിടുമോ? യഹോവേ നിന്റെ നാമത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എഴുന്നേക്കാം. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അത് നീക്കാത്തടത്തോളം എനിക്ക് നിങ്ങളോട് നിൽക്കാനൊക്കെ. ആ കാര്യം നീക്കി കളയാത്തടത്തോളം കാലം എനിക്ക് നിങ്ങളൂടെ നിൽക്കാം. പാട്ടൊക്കെ പാടാം, പക്ഷെ നിങ്ങളൂടെ നിൽക്കാനൊക്കത്തില്ല. എനിക്ക് പാട്ട് പാടാം, കരയാം, ഇതെല്ലാം ചെയ്യാം. നീക്കാത്തടത്തോളം എനിക്ക് നിങ്ങളൂടെ നിൽക്കാനൊക്കത്തില്ല. എഴുന്നേറ്റ് കരഞ്ഞൊക്കെ കണ്ടിയാണ്. എഴുന്നേറ്റ് നീക്കാനുള്ളത് നീക്കണം. അതുകൊണ്ടാണ് യോശുവ ജനത്തോട് പറയുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മാവിനെ ജഡത്തിന്റെ സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചുകൊള്ളുക. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇനി രാവിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ സാക്ഷ്യം എന്നെ വളരെ പിടിച്ചു വിളിക്കും. പിന്നെ ആവശ്യമില്ലായ്മയായിട്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ, ചിലർക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ട്രെയിനിൽ കയറാൻ. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി പോയെന്നിരിക്കും, അത് പോയോ കുഴപ്പമില്ല. മേളിലോട്ട് പോകുന്ന കാര്യമാണ് വിഷയം. മേളിൽ പോകുന്ന കാര്യമാണ് വിഷയം. മേളിൽ പോയില്ല എന്തോ ചെയ്യും? ഇവിടെ പോയാൽ എന്തോ ചെയ്യും? ട്രെയിൻ വരെ അടുത്ത ട്രെയിനിന് കിട്ടും. മേളിലോട്ട് പോയില്ല എന്തോ വിഷയം. അതാണ് വിഷയം. ചിന്തിക്കേണ്ട കാര്യമായി. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ പറഞ്ഞ നീതിമാൻ നീ നീതി ചെയ്യട്ടെ. നമ്മൾ ശുദ്ധീകരിക്കാനുള്ള സമയങ്ങളായി ഈ സമയങ്ങള്. ഈ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കാൻ ഈ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തെറ്റുകുറ്റങ്ങൾ. എന്തിനാ GPS ഓണാക്കണമെന്നറിയാം? നമുക്ക് വഴി അറിയത്തില്ല, ഇന്നടത്ത് പോകാൻ വഴി അറിയത്തില്ല. നമ്മൾ GPS ഉടനെ ഓണാക്കും. വണ്ടിയെ കയറിക്കാൻ GPS ഓണാക്കും. ബുദ്ധി കൊണ്ടുള്ള ആലോചന ഒന്നും വർക്കാകത്തില്ല. എന്റെ കാറാണ്, ശരിയാണ്, ഞാൻ ഡ്രൈവ് ചെയ്യും, ശരിയാണ്, ഇത് ഞാൻ വാങ്ങിച്ച കാറാണ്, ശരിയാണ്, ഇതെല്ലാം ശരിയാ. പോകാനുള്ള വഴി അറിയാമോ? അതിനാ GPS ഓണാക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ GPS ആണ് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നത്. നമ്മളെ ഒരുക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പോയ പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചു വരും. അത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. എന്നോട് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തിരിക്കുക നമ്മൾ ഓരോരുത്തരെയും. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരം. അപ്പം പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നിരിക്കുന്ന എന്തിനാന്നറിയാം? നമ്മളെ ഒരുക്കാനാണ്. ഇതുകൊണ്ടാണ് ആത്മാവിനാൽ നിറയണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അതിനെപ്പറ്റി ഇന്നലെ പറഞ്ഞല്ലോ. സ്തോത്രം. ഇനി ബാക്കിയുള്ള വിഷയങ്ങളോട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാനൊരു കാര്യങ്ങൾ പറയാൻ വന്നില്ല. സാക്ഷ്യത്തെ കാര്യമാണ്. ഇന്നലെ തന്നെ കർത്താവിന്റെ ചിലർ 1 മണിക്കൂർ സാക്ഷ്യം പറഞ്ഞാലും അതിനകത്ത് മെയിൻ പോയിന്റ് അത് പ്രത്യേക ഒരു ദൈവകൃപയാണ്.
എത്ര സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിക്കപ്പ് ചെയ്യാൻ 2-3 കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യാതെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. എന്തോ അതിനകത്തൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു. നമുക്കത് സാക്ഷ്യം കേട്ടിട്ട് വിട്ട് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂസും ഇല്ല. അവരുടെ സാക്ഷ്യം നല്ലതാണ്, അതുകൊണ്ട് എന്തോ പഠിച്ച യൂസ്. അത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതാ ചിന്തിക്കേണ്ട വിഷയം. എടുത്തു മാറ്റേണ്ടതാണോ, അന്നേരം അത് അപ്ലൈ ചെയ്യണം. ശിശുപ്രത് പറഞ്ഞ നല്ല വിഷയം. ആ സാക്ഷ്യം പറഞ്ഞതിന് ഉദ്ദേശം എന്ന് അറിയാമോ? ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ ഓർക്കണമേ, ഇത് ഓർത്തോളെ. ന്യായാധിപന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ശിംശോൻ തിന്നയിൽ നിൽക്കുമ്പോൾ ഒരു ബാലസിംഹം അലറി വരിക. അവിടെ വായിക്കുന്ന കയ്യിലൊന്നുമില്ല, വടിയില്ല, വാളില്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരു ആടിനെ പോലെ വലിച്ചു കയറിയെന്ന്. ഒരു മനുഷ്യർക്ക് പ്രസിഡന്റ് ട്രംപിന് കയറാൻ ഒക്കത്തില്ല, ആർക്കും കയറാനൊക്കത്തില്ല. ഏത് ജിമ്മിൽ പഠിച്ചവനായാലും ജിമ്മിൽ പോയവനായാലും ഏത് മസിലുള്ള ആളിനെ കുറിച്ചോട്ടെ ഒരു ദൂരത്തെ വലിച്ചു കയറാൻ നോക്കുമെന്ന് ഒരു വറ്റിക്കും ഒക്കത്തില്ല. ശിംശോൻ ആ സാക്ഷ്യം പറയുവാണെങ്കിൽ ക്രെഡിറ്റ് ആർക്കാ പോകുന്നതെന്നറിയാം. ആർക്കാ പോകുന്നു? ദൈവത്തിന് പോകും. അതുകൊണ്ടാണ് സാക്ഷ്യം പറയുമ്പോൾ ഈ സാക്ഷ്യം ആർക്കും ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് പോകത്തില്ല, ദൈവത്തിനാണ് ക്രെഡിറ്റ് പോകുന്നത്. വളരെ കറക്റ്റ് അല്ലയോ? അതുപോലെ ദാവീദിനിടയ്ക്കല് ദാവീദ് അപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹം ഇതാ കടന്നു വരുന്നു. സിംഹത്തിന് ആദ്യം വേണ്ടത് ആരെയാന്നറിയാം? ആടിനെ വേണ്ടി. ദാവീദിനെ അല്ല വേണ്ടത്, ആടിനെ വേണ്ടി. അതെ, ആടിനെ എടുത്തോണ്ട് പോകുമ്പോൾ അതിനെന്നെ എന്റെ ആടല്ലല്ലോ, അപ്പന്റെ ആടല്ലയോ, അതിനെന്നാ ഞാൻ മരത്തെ കയറാം. മരത്തെ കയറി മേളിൽ ഇരുന്നപ്പോൾ സിംഹം വന്ന് ആടിനെ എടുത്തോണ്ട് പോയി. താങ്ക് യു. പിന്നെ ഇറങ്ങി വന്ന് പിന്നെ ആടിനെ നോക്കി വീട്ടിൽ ചെന്ന് അപ്പച്ചനോട് പറഞ്ഞു, ഒരു സിംഹം വന്നു, ഞാൻ എന്താ ചെയ്യാനാ, ഞാൻ മരത്തെ കയറിയോണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ വേണ ചെയ്യാം നമുക്ക്. എന്നാൽ അപ്പന്റെ ആടെന്ന് പറഞ്ഞാൽ എന്താ ആടാ? ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടാ. അതിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയുള്ള ദൈവത്തിന് ആവശ്യം. മരത്തെ കയറി ഇരിക്കുന്നവരെ അല്ല, മരത്തെ കയറി ഇരുന്നോണ്ട് സിംഹം പിടിച്ചോണ്ട് പോകുന്ന കണ്ടോണ്ടിരിക്കാൻ വേണേ. അത് അവരുടെ ദൈവത്തിന് ഈ നാളുകളിൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന ബാലസിംഹത്തെ വലിച്ചുകീറുന്ന ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരണം. ഈ ശിംശോന്റെ മേൽ കടന്നു വന്ന അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. കമ്മിറ്റ്മെന്റിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്കൊരു ചിന്ത വരിക, ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, മരത്തെ കയറി ഇരിക്കാന്ന് വിചാരിച്ചാൽ അവിടെ ഇരുന്നോ നീ. ആത്മാവിനെ ദുഃഖിപ്പിക്കുക. ആത്മാവ് പറയും, ഞാൻ നിന്നിൽ കൂടെ വലിയ പ്രവൃത്തി ചെയ്യാൻ പരിപാടികളെ വേണ്ട. ബാലസിംഹം വരുമ്പോൾ അതിനെ വലിച്ചീറുവാണ് ദൈവം. അതുകൊണ്ടാണ് ശിംശോൻ ഉണ്ടല്ലോ, ബാലസിംഹങ്ങളെ കയ്യിലൊന്നുമില്ലാതിരിക്കുമ്പോൾ സിംഹത്തെ കുഞ്ഞാറിനെ പോലെ തിരിക്കണം. ഒരു കരയും വന്നു, സിംഹവും വന്നു, രണ്ടിനെ വലിച്ചു കഴിയും. എന്തിനാ വന്നതെന്നറിയാമോ? ദാവീദിനെ ഒരു കാര്യം പഠിപ്പിക്കുക. ദാവീദിനോട് പറയുവാണ്, ദാവീദ് സിംഹം ഭയപ്പെടേണ്ട, കരടിയെ നീ ഭയപ്പെടേണ്ട. എന്റെ ആത്മാവ് നിന്നോടുകൂടെ ഇരിക്കും, എന്റെ ആത്മാവ് നിന്നെ സദാകാലവും വഴി നടത്തും. വരൾച്ചുള്ളിടത്തിന്റെ വിശപ്പടക്കും. നീ നനവുള്ള ഒരു തോട്ടം പോലെ ആയിരിക്കും. നീ മിനിസ്റ്റർ റെസ്റ്റോറേഷൻ നനവുള്ള ഒരു തോട്ടം പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് അപ്പന്റെ വാക്കനുസരിച്ച്, ഇന്ന് മോനെ ഇന്ന് ആടിനെ ഒന്നും നോക്കണ്ട, ഇന്ന് ചേട്ടന്മാർക്ക് ഇച്ചിരി ഫുഡ് കൊണ്ട് കൊടുക്കണം. കണ്ടോ, ചേട്ടന്മാർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി call of God is not a call of convenience, call of interruption. Let me repeat one more time. Call of God is not a call of convenience, it's a call of interruption. ദാവീദ് ഒരിക്കലും ചിന്തിച്ചില്ല, ഇന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു ഗോലിയാത്തിനെ താഴെ ഇടാൻ പോവാണ്, അതുകൊണ്ട് അപ്പൻ പറയുന്നത്. ഇതൊന്നും ചിന്തിക്കാതാ പോകുന്നു. അപ്പന്റെ വാക്ക് കേട്ടു, ഇന്ന് ആടിനെ നോക്കണ്ട, ഇന്ന് മോനെ ചേട്ടന്മാർക്കോ അമ്മർക്ക് ഞാൻ ഒന്നും കൊടുക്കില്ല. ഇല്ല, അതല്ല വിഷയം. അപ്പന്റെ വാക്ക് അനുസരിക്കുക. ദൈവാത്മാവ് പറയുന്ന അനുസരിക്കണം. അനുസരിക്കുന്നതിലാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ അഭിഷേകമുള്ള വ്യക്തി, ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്, അഭിഷേകമുള്ള വ്യക്തി
അപ്പൊ ചേട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോണ്ടല്ലോ അഭിഷേകമുള്ള വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. കടയിലാവുന്നെങ്കിലും ഗ്രോസറി കടയിലാവുന്നെങ്കിലും അഭിഷേകം ഉണ്ടോ നിന്റെ മേലെ? ഈ അഭിഷേകം വരുന്നത് എന്തിനാന്ന് ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാ വരുന്നത്. അത് ചെയ്യുവാനല്ല, അത് പേരിന് വേണ്ടിയല്ല അഭിഷേകം കടന്നു വരുന്നത്. അഭിഷേകം നമ്മുടെ മേൽ കടന്നു വരുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാ വരുന്നത്. പ്രവൃത്തി ചെയ്യാൻ സ്ത്രീകളത്തെ വലിച്ചു തരാൻ അഭിഷേകം വന്നത്. പിടിച്ചു കെട്ടി കയ്യിലോട്ട് കൊടുത്തപ്പം കോവിഡ് ആത്മാവ് ശക്തിയോടും കൂടെ അവന്റെ മേൽ കടന്നു വന്നു. എന്തിനാണ്? ഒരു പ്രവൃത്തിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ മേൽ അഭിഷേകം വരുന്നത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, ആത്മാവിൽ നിറയണം. പക്ഷെ അഭിഷേകം കടന്നു വരുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അത് ആത്മാവ് നമ്മളെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കുക അഭിഷേകത്തിന്. എങ്ങനെയാണ് ഈ അഭിഷേകം? ഞാൻ പറഞ്ഞാണ് കൂട്ടുകാരിൽ പരമായി നിന്നെ ആത്മവേദന കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കാരണം നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടത ഏറ്റവും വെറുക്കുമ്പോൾ അഭിഷേകത്തിന്റെ ലെവലാണ് വർദ്ധിക്കുക. ശത്രു ഒരു പ്രളയമായി കടന്നു വരുമ്പോൾ ആത്മാവ് നിനക്ക് സ്റ്റാൻഡേർഡ് റേസ് ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഇന്നത്തെ ജോലി, ഇന്നത്തെ അസൈൻമെന്റ് അപ്പൻ ചേട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. അതിനകത്ത് നോ പറയരുത്. ഇതുപോലെ ചിലപ്പം ചില കാര്യം ദൈവാത്മാവ് പറയും, നമുക്കതിന് ഡെസിമേക്കിന് സെൻസ്. കാരണം കാനാവിലെ കല്യാണത്തിന് പോയപ്പോ അവിടെ പിഴിഞ്ഞില്ല. ഉടനെ യേശു നമ്മ പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. എന്തെങ്കിലും കൽപ്പിച്ചാൽ, പിഴിഞ്ഞ് കൽപ്പിച്ചാൽ ചെയ്യണമെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യണം. ഉടനെ കേട്ടോ കൽപ്പാത്തിലെ വെള്ളം പൊരി വെക്കുന്നു. വെള്ളം വീഞ്ഞല്ല, വെള്ളം പൊരി വെച്ചാൽ ഈ കൽപ്പാത്രത്തിൽ ആര് കുടിക്കില്ലാത്ത വീഞ്ഞ. വെളിയിലിരിക്കുന്ന കൽപ്പാത്രം കാല് കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇവിടെ വെള്ളം കൊരി വെച്ചാൽ ഇതെങ്ങനെ ഇതുമായിട്ട് എന്തോ ബന്ധം എന്നൊക്കെ നമുക്ക് ഒത്തിരി ചോദ്യം ചോദിക്കാം. അതല്ല വിഷയം. ദൈവം പറയുന്നത് പൂർണ്ണമായിട്ട് അനുസരിക്കണം. എന്തെങ്കിലും ദൈവം പറഞ്ഞോ അത് പൂർണ്ണമായിട്ട് അനുസരിക്കണം. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ചിലപ്പം എന്താണ് ഇതിനകത്ത് ഉദ്ദേശം, എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ഉദ്ദേശം എന്താ ഒന്നും അറിയത്തില്ല. ദൈവം പറയുന്നത് അനുസരിക്കാമോ? ഇത്രയോട് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാതെ ദൈവം പറയുന്നത് അനുസരിക്കണം. ഇതാ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത് അഭിഷേകമുള്ള വ്യക്തിക്ക് അടങ്ങിയിരിക്കാനുള്ള അഭിഷേകമാണ്. ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന ആരെയാണെന്നറിയാമോ? ജീവനുള്ള ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അഭിഷേകമുണ്ടോ? അടങ്ങിയിരിക്കത്തില്ല. അഭിഷേകമുണ്ടോ? അടങ്ങിയിരിക്കത്തില്ല. അഭിഷേകമുള്ളവനാണോ? അടങ്ങിയിരിക്കത്തില്ല. നിന്റെ മേൽ അഭിഷേകമുണ്ട്. ഗ്രോസറി കടയിൽ പോയാലും അടങ്ങിയിരിക്കാനൊക്കെ അഭിഷേകം വരുന്ന ഉൾപ്പറ്റി നിന്ന് പ്രസംഗിക്കാൻ മാത്രമല്ല, അതിന് വേണം വേണം. പക്ഷെ അഭിഷേകം വരുന്ന എവിടെ പോയാലും ദൈവാത്മാവിന്റെ മേൽ ശക്തിയോടുകൂടെ കടന്നു വരുന്നതിന് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് വരുന്നത്. പത്രോസ് യോഗത്തിന് പോവാ, ഞങ്ങൾ ആലയത്തെ ഫോക്കസ് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രവർത്തിക്കുക. അതല്ല. Outstanding miracle is not in the church building, it's outside. Outstanding miracle is not in the church building, it's always outside. ഈ 40 വർഷമായി മുടന്തനായ മനുഷ്യൻ അവിടെ നിന്ന് ധർമ്മം ചോദിക്കുക. അപ്പം അഭിഷേകം ആളുടെ മേൽ കടന്നു വന്നറിയാം. പത്രോസിന് മേൽ കടന്നു വന്നു. പത്രോസിന് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യം എന്തിനാ? പണമില്ലാതെ പണം തരണമല്ലേ ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഹോംലെസ്സുകാരൊക്കെ അങ്ങോട്ട് പോകും, നമ്മൾ ചെറുപ്പിച്ചിട്ട് പോലുമില്ല. ആ വണ്ടി സിഗ്നലിൽ അവിടെ നിന്നൊരു കൈ കാണിക്കും, ഇങ്ങനെ വെള്ളം തരണമെന്ന്. ചിലത് നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ട്രാക്ട് കൊടുക്കും ചിലപ്പോൾ അവർക്ക്. റെസ്പോണ്ട് ചെയ്യത്തില്ല. പത്രോസിനോട് യോഹന്നാനോട് ചോദിച്ച പണമാണ് ചോദിച്ചത്. ഞങ്ങളുടെ പണമില്ല, ഞങ്ങൾ എന്തിനാ റെസ്പോണ്ട് ചെയ്യും? അതല്ല വിഷയം. ഞങ്ങൾ എന്തിനാ റെസ്പോണ്ട് ചെയ്യുന്ന വിഷയത്തിന് വേണ്ടി? ഞങ്ങളുടെ പണമില്ലല്ലോ. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചർച്ച് ബിൽഡിങ്, അവിടെ ആലയത്തിൽ പോകണം, അവിടെ ആരാധന നടക്കണം, ഇതൊക്കെയാ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ അഭിഷേകം കടന്നു വന്നപ്പോ ഉണ്ടല്ലോ പത്രോസ് പറയാ പൊന്നും സ്വർണ്ണം വലിയ ഒന്നും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിൾ. ആ മിറക്കിളാണ് 5000 പേരെ ചർച്ചയിൽ കൊണ്ടുവന്നത്. നോക്കിക്കേ, ഇങ്ങനെയുള്ള മിറക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നമ്മൾ പോകുന്നിടത്തായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ പുറത്തായിരിക്കും, എവിടാന്ന് അറിയത്തില്ല. കണ്ണ് തുറന്നിരിക്കണം. എപ്പോഴാ അത്ഭുതങ്ങൾ എപ്പോഴാ നടക്കണമെന്ന് നമുക്കറിയത്തില്ല.
നടന്നില്ലെങ്കിനകത്ത് പ്രാർത്ഥിച്ചോളൂ. നടക്കും, അവിടെയും നടക്കും, പക്ഷെ പുറത്തും നടക്കും. പാലസിംഹത്തെ വലിച്ചു കയറുന്ന ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരും. പച്ചത്താടികൾ എടുത്തുകൊണ്ട് ആയുധങ്ങളെ പെട്ടിയിടാനുള്ള കൃപ ദൈവം തരും. നമ്മുടെ കണ്ണ് തുറന്നിരിക്കണം. ദൈവം പ്രവർത്തിക്കുന്നതിന് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം നമുക്ക് പറയാൻ ഒക്കത്തില്ല. നാം ട്യൂൺ ചെയ്തിരിക്കണം. ആത്മാവ് പറയുന്ന എന്തുവാണോ അത് ചെയ്യാൻ നമ്മൾ തിടുക്കത്തോടും ആവശ്യത്തോടും ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലയോ, സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്. റാങ്ക് കിട്ടിയ വ്യക്തിയോട് ആരും ചോദിക്കത്തില്ല ഏത് പേന കൊണ്ടാണ് നീ എഴുതിയത്. ആരും ചോദിക്കൂ? ആരും ചോദിക്കില്ല. ആ പേന ഇങ്ങോട്ട് ആ പേനയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാൻ ആരും കൊടുക്കത്തില്ല. പേനയ്ക്ക് അവാർഡ് ആ വ്യക്തിയോട് ചോദിക്കാണ്, പേന ഇല്ലാതെ നിനക്ക് എഴുതാൻ ഒപ്പം ഒരിക്കലും ഒക്കത്തില്ല. ഇതുപോലെയാണ് നമ്മളെല്ലാം ഒരു പേന പോലെ ജനങ്ങൾക്ക് നമ്മളിൽ കൂടെ എഴുതുക. അതുകൊണ്ടാണ് സാക്ഷ്യം നമ്മൾ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനാമം മഹത്വപ്പെടും. ക്രെഡിറ്റിന് വേണ്ടിയല്ല, ദൈവം അറിയുന്നു. സാക്ഷ്യം എപ്പോഴും ഉണ്ടല്ലോ. ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ പറയുക, അത് ദൈവത്തിന് മഹത്വം കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന വിഷയമുണ്ടല്ലോ, എന്റെ ജീവിതത്തിലും പല പല സാക്ഷ്യങ്ങളാണ് ദൈവം എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഒപ്പിട്ട് റിമൈൻഡ് ചെയ്യണം. നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യണം. എന്റെ ദൈവം പ്രവർത്തിച്ച നന്മ കാര്യങ്ങള് എപ്പോഴും നമ്മളെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് പറഞ്ഞോളൂ, ദാവീദിന് അതിനെപ്പറ്റി പറഞ്ഞല്ലോ, ഞാൻ സിംഹത്തെ കൊന്ന കാര്യം ഇനിയും ശൗലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയത്തില്ല, എന്റെ പേരെല്ലാവരും അറിയും. പേരറിയാനല്ലോ ശൗല് ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെ ഗോലിയാത്തിനെ കൊല്ലാൻ കഴിയും? നീ കണ്ടിട്ടുണ്ട് ചെറിയ ചെറുക്കനെ പോലെ തോന്നുന്നുള്ളൂ. ഗോലിയാത്താരോ വല്ല പൊക്കം. ഗോലിയാത്തിനെ പറ്റി പഠിച്ചോണ്ടിരിക്കുക ശൗല്. ഗോലിയാത്തിനെ പറ്റി പഠിച്ചല്ല, അതിനെപ്പറ്റി അതിന്റെ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ദാവീദിന് പഠിക്കുന്ന ഗോലിയാത്തിനെ പറ്റിയല്ല പഠിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ അറിയുന്നവൻ. ജീവനുള്ള ദൈവത്തെ അറിയുക ദാവീദ്. അങ്ങനെ ദൈവത്തെ അറിയുന്ന ഉറച്ചു നിൽക്കുക. അവര് വീര്യം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഓരോ ആശ്രയിക്കും. തന്നെ ആശ്രയമായിരിക്കും ജനം ഭാഗ്യമുള്ളത്. അപ്പം ദാവീദ് പറയുന്ന അറിയാമോ, ഒരിക്കൽ അപ്പന്റെ ആടുകൾ പറഞ്ഞിട്ട് ദാവീദ് അങ്ങനെ പറഞ്ഞു, നിനക്ക് ക്രെഡിറ്റ് കിട്ടുക അല്ല, ക്രെഡിറ്റിന് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ചില നല്ല സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് എന്തിനാണെന്നറിയാമോ, ആർക്കും ക്രെഡിറ്റ് കിട്ടാന്നല്ല. അത് ഓർത്തോനെ, ക്രെഡിറ്റിന് വേണ്ടിയല്ല, ദൈവനാമം ഇഷ്ടപ്പെടാൻ വേണ്ടി. അവിടുന്ന് ഇവിടുന്ന് ആരെയും ഒക്കെ എടുത്ത് നോക്കുവാണല്ലോ, അവരെങ്ങനെ പറയൂ, ഈ ദൈവം വലിയ ദൈവം, ഈ ദൈവം വലിയ ദൈവമാണ്, ഈ ദൈവത്തെ ഞാൻ സേവിക്കാൻ പോവാ. സാക്ഷ്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ എപ്പോഴും മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ 2001 നാട്ടിലായിരുന്ന സമയത്താണ്. അന്നത്തെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 5-6 മാസം ഒരുമിച്ച് നിൽക്കാറുണ്ട്. കാരണം മിനിസ്റ്റർ തുടക്കത്തിന് സമയമാണ്. ഒരു പ്രാവശ്യം എന്റെ വൈഫ് മക്കളെയും കൊണ്ട് ഞായറാഴ്ച രാവിലെ യോഗത്തിന് പോവാം. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ബിസി ആയിപ്പോയി. സെറ്റായിട്ടുള്ള ബാഗ്, വേറെ ബാഗ് എടുത്തുകൊണ്ട് പോയത്. വണ്ടി ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വണ്ടിക്കകത്ത് ഗ്യാസ് ഇല്ല. 2001 ആരുടെയും സെൽഫോണൊന്നുമില്ല. ബാഗിനകത്ത് പൈസയും ഇല്ല, ഗ്യാസ് ഇല്ല. നമ്മൾ പറയാം, ഫോണുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പിളെ വിളിക്കാം, എങ്ങനെയാലും ഗ്യാസ് എടുക്കാം. ഫോണുമില്ല, മണവുമില്ല. ബാഗ് വെച്ചിപ്പോയി ചട്ടി കൊടുക്കാൻ ചെക്ക് എഴുതിയിട്ടുണ്ട്, അത് കയ്യിലുണ്ട്. അതുകൊണ്ട് കൊടുത്താൽ ഗ്യാസ് ഒരിക്കലും കിട്ടത്തില്ല. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ വൈഫൊന്ന് പ്രാർത്ഥിച്ചു. വണ്ടി എടുന്ന് ഹൗ ലോങ് യു പ്രേഡ്, ഹൗ യു പ്രേ. എത്ര നേരം പ്രാർത്ഥിക്കുന്നില്ല, എങ്ങനെ പ്രാർത്ഥിക്കുന്ന ആവശ്യം. ആഴത്തിൽ നിന്ന് പ്രൈസിലോട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞങ്ങളെ ഈ ഹൈവേയിലൊന്ന് ഓർക്കണമേ, നിന്റെ ദാസൻ, എന്റെ ഭർത്താവ് നിന്റെ ദാസന് ഇന്ത്യയിൽ നിന്റെ വേല ചെയ്യുക, ഞങ്ങളെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ആമീൻ പറഞ്ഞപ്പോണ്ടല്ലോ, നീര് ഫുൾ ടാങ്ക് നിൽക്കുക. പറ നീര് ഫുൾ ടാങ്ക് നിൽക്കുക, ഫുൾ ടാങ്ക്. ആമീൻ പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്നറിയാമോ, ഞാൻ അവിടെ വണ്ടിയിലില്ല, ഞാൻ ഇന്ത്യ കർത്താവിന് വേല ചെയ്യുക.
അയ്യോ നീ എന്റെ വേലയാണോ ചെയ്യുന്നത്? അതുകൊണ്ടാണ് അപ്പിക്കൽ ദാവീദിനോട് ദൂത് വന്നത്. അങ്ങനെ കോടതി യുദ്ധങ്ങളെയാ ചെയ്യുന്നു. അങ്ങ് എന്റെ യുദ്ധമല്ലേ, കോടതി യുദ്ധങ്ങളെ ചെയ്യുന്നുണ്ട്. അങ്ങയുടെ ജീവഭാണ്ഡത്തെ പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഫുൾ ടാങ്ക് പ്രാർത്ഥിച്ച് ആമയും പറഞ്ഞ ഫുൾ ടാങ്ക് നീരിൽ പോയി ഫുൾ ടാങ്ക് നിൽക്കുക. ഞാൻ ദൈവം പ്രവർത്തിക്കുന്നത്. മോൻ ആദ്യമായിട്ട് അന്ന് മിറക്കിൾ കണ്ട് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കാർഡ് എടുത്തു ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ അത് ഫുൾ ടാങ്ക്. നിങ്ങൾ ഈ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഇവിടെ നിന്ന് നടന്ന് ബാംഗ്ലൂരിൽ പോകാൻ പറഞ്ഞാൽ ഈ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഒരു പണിയും ഒന്നും തടസ്സമില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ തയ്യാറാ. നേരം വെളുക്കുന്ന പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിനും തയ്യാറാ. ഈ ദൈവത്തെ രുചിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്മാറിപ്പോവാൻ ദൈവത്തെ രുചിച്ചാൽ പിന്നെ പുറകോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നത് അറിയുന്നു. അവൻ എന്റെ അതൊന്നും ഞാൻ ലഭിക്കുന്നില്ല. പിൻപുള്ളതിനൊക്കെ വിട്ടു കളഞ്ഞുകൊണ്ട് മുൻപുള്ളതിനെ ലാസ്റ്റിലേക്ക് ഓടുന്നു. അവനാൽ പിടിക്കപ്പെട്ടിരിക്കുക. എനിക്കും അത് പിടിക്കാൻ വേണ്ടി പിന്തുടരുന്നേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശവും തോന്നറിയാമോ? പ്രൈസലോട് നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമോ ഒന്നും പേടിക്കണ്ട. ദൈവത്തിന് ഏലിയാവിന്റെ അടുത്ത കാക്കയാ ഭക്ഷണം കൊടുക്കും. നമ്മൾ കണ്ടിട്ടുണ്ടോ? കാക്ക പലപ്പോഴും ഭക്ഷണം എടുത്തോണ്ട് പോത്തേ ഉള്ളൂ. ആർക്കും കാക്ക ഭക്ഷണം കൊടുത്തായിട്ട് കേട്ട് കഴിയുമില്ല. ആരും കേൾക്കാത്ത കാര്യമാണ് കാക്ക ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. ആരും കേൾക്കാത്ത കാര്യമാണ് ദൈവം നിന്നെ കൊണ്ട് ജയിക്കാൻ പോകുന്നത്. നമ്മളെ കൊണ്ട് കേൾക്കാത്ത കാര്യവും ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ്. കാക്ക നിനക്ക് ഭക്ഷണം അയ്യോ അതെന്തോ പറയുന്നു ഞാൻ കേട്ടില്ല. ഇതുവരെ നീ കേൾക്കാത്ത ഒരു കാര്യം നിന്നെ ബ്രെഡും കൊണ്ടിരും മീറ്റും കൊണ്ടിരുന്നു കാക്ക. നീ എടുത്ത് കഴിച്ചോണ്ടിരുന്നാ മതി. ഒരു നിന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കി. ഒന്നും പേടിക്കണ്ട. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയോ നീ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെ ക്രമീകരണത്തിൽ ചെയ്തു തരും. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ല. സ്തോത്രം. ഇന്നും തങ്ങളുടെ ആവശ്യം എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ എന്തിനാണ് ഇങ്ങനെ ദൈവമെന്ന് നമുക്ക് ചോദിക്കണ്ട. ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അതുകൊണ്ട് നമ്മൾ പരീക്ഷ നമ്മളെ പാട്ട് പാടുന്നു. പരീക്ഷ എന്ത് ദൈവം അനുവദിച്ചാൽ എന്തിനെന്നു ചോദിക്കൂല ദൈവം എനിക്ക് അനുകൂലം. ദൈവം എനിക്ക് അനുകൂല. പരീക്ഷ എന്തിനെന്നു ചോദിക്കില്ല എന്തിനെന്നു ചോദിക്കില്ല
എന്തിനെന്നു ചോദിക്കുന്ന എന്റെ നന്മയ്ക്കായെന്നറിയിൽ വീണാലും അവിടെ ഞാനല്ല വീഴുന്നതു നീലല്ല യേശുവിൻ കരങ്ങളിലാ എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ എല്ലാം നന്മയ്ക്കായി കൂടി ആവരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓരോ വിഷയങ്ങളും, എല്ലാ വിഷയങ്ങൾക്കും ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനത്തിൽ കൂടെ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞോണ്ടല്ലോ, കർത്താവ് പഠിപ്പിച്ചെന്താ അറിയാമോ? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പറ്റി കർത്താവ് പഠിപ്പിച്ച സ്തോത്രം. കർത്താവ് പറഞ്ഞറിയാം, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് സ്വന്തത്തിൽ നിന്ന് സംസാരിക്കാതെ കർത്താവിൽ നിന്ന് കേട്ട് സംസാരിക്കും. ഞാൻ കേട്ടുന്നത് കർത്താവ് എന്ന് പറഞ്ഞാൽ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് യോഹന്നാൻ 16:13 വായിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് നമ്മളെ അറിയിക്കും. വരുവാനുള്ളത് നമ്മളെ അറിയിക്കും. അറിയിക്കും നമ്മളെ. ആപത്തുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ ലിസൺ ചെയ്യാതെ പോയിട്ടുണ്ട്. നമ്മൾ ചിലപ്പം GPS ഓഫാക്കും. നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം ഒക്കെ എടുക്കും. ബുദ്ധിയുടെ പ്രമാണം എടുക്കുമ്പോഴേക്കും പരാജയപ്പെട്ടു പോകുന്നു. ആത്മാവ് നമ്മൾ നടത്തും. ഒരിക്കലുമില്ല. ആത്മാവ് പോകരുതെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് പോകരുതെന്ന് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കണ്ടേ സംസാരിക്കുന്നു. കഴുതെ അടിക്കുക, കരുത് സംസാരിക്കുക. നീ എന്നെ അടിച്ചെന്താണ്? കരുതയുടെ വായം കുറക്കുക. പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് നമ്മളെ അറിയിക്കും. യോഹന്നാൻ 16:13 അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ട്യൂൺ ചെയ്യണം. എവിടെങ്കിലും ചാടി ഇറങ്ങി ഒന്നും പോകരുത്. മുട്ടുന്ന എന്തെങ്കിലും പ്രാർത്ഥിക്കണം. ആരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറയും. പ്രാർത്ഥിച്ചൊക്കെ വിളിക്കുക. പ്രാർത്ഥിക്ക് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, അല്ലോ അവരെന്നെ പ്രിയപ്പെട്ടവരല്ലയോ, അതുകൊണ്ട് തന്നെ അവരോട് നോ പറയാനൊക്കത്തില്ല. അയ്യോ, വി നീഡ് ടു സേ ബോൾഡ് ഇനഫ്. ആത്മാവ് പറയുന്ന പോലെ പറയണം. സഹോദര, എനിക്ക് ആത്മാവ് ഞാൻ പ്രാർത്ഥിച്ച് നോക്കട്ടെ. നടത്തുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവിന്റെ GPS എന്നിൽ ഓണാ. ഓഫാക്കത്തില്ല ഞാൻ. യോഗത്തിന് ഇരിക്കുമ്പോൾ മാത്രമല്ല, 24/7 ഓണായതുപോലെ പരിശുദ്ധാത്മാവിന്റെ GPS എപ്പോഴും ഓണായിരിക്കും. പിന്നെ ബുദ്ധിയുടെ പ്രമാണം എടുക്കരുത്. ബുദ്ധിയുടെ പ്രമാണം എവിടെ വന്നോ അവിടെ പരാജയപ്പെടും. ബുദ്ധിയുടെ പ്രമാണത്തിലല്ല ജീവിക്കേണ്ടത്, ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കണം. നിയമം പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് നമ്മളെ അറിയിച്ചു. പിന്നെ വായിച്ചു നോക്കിയ സ്തോത്രം. യോഹന്നാൻ 16:14 വായിച്ച് 14 ഞാൻ വായിച്ചോളാം. സമയമില്ല. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. കണ്ടോ? പരിശുദ്ധാത്മാവ് എവിടുന്ന എടുക്കുന്നറിയാം? വചനത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് എടുക്കുക. പരിശുദ്ധാത്മാവ് യേശുവിനുള്ളിൽ നിന്ന് എടുത്ത് നമ്മെ അറിയിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തുവാണ്. കണ്ടോ? പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്ന യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. എവിടുന്ന എടുക്കുന്ന? വചനത്തിൽ എനിക്കുള്ളതിൽ നിന്ന്. നമ്മൾ ആത്മാവ് നിറയപ്പെടും തോറും സ്വയപ്രസരിച്ച് കുറയും, യേശുവിന് മഹത്വം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ നമ്മള് പ്രസംഗിക്കുമ്പോഴായാലും ഇത്തരം പ്രസംഗിച്ച എന്താ കാര്യം? ആത്മാവാ. അല്ല, ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, അത് വേണ്ട കർത്താവേ. ആത്മാവിന്റെ ശക്തിപ്രകടനം. കാരണം നിങ്ങളുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ലെന്ന ആത്മാവിന്റെ ശക്തിപ്രകടനമായി തീരണം. അതുകൊണ്ടാണ്
ലേഖനങ്ങളെല്ലാം എഴുതിയ ഒരാളാ പറയുന്നത്. ആത്മാവിന്റെ ശക്തിപ്രകടനമായിരിക്കണം എന്റെ പ്രസംഗമാണ്. അയ്യോ, ആമേൻ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, മറ്റൊന്നും അറിയുന്നില്ല, ഇതറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ വചനമല്ലാതെ വേറെ ഒന്നും അറിയില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ നിർണയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എവിടുന്ന എടുക്കുന്ന വചനത്തിൽ നിന്ന് എടുത്ത് നമ്മളെ അറിയുന്നത്. പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് നമ്മളെ അറിയിക്കും. പോകുന്ന യാത്രയിൽ പോയി ഇന്നതാന്ന് വെളിപ്പാട് തരും. അതെ, തരും. വചനത്തിൽ കൂടെ വെളിപ്പാട് തരും, സ്വപ്നത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. എന്റെ ഇനി യോഹന്നാൻ 16:13 ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് സ്വന്തത്തിനും സംസാരിക്കാതെ കർത്താവിനും കേട്ട് സംസാരിക്കും. ആ വാക്യം വായിച്ചാൽ സിസ്റ്റർ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. നല്ല വാക്യം അത്. പരിശുദ്ധാത്മാവ് സ്വന്തത്തിലും സംസാരിക്കാതെ തന്നെ പോലും സംസാരിക്കുക, കർത്താവിൽ നിന്ന് കേട്ട് വചനത്തിൽ നിന്ന് കേട്ട് സംസാരിക്കുക. ഈ ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നു. നമ്മൾ ഇത്ര കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അയ്യോ, പരാജയപ്പെടുക. ഇത്ര കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം എടുക്കുക. ബുദ്ധിയുടെ പ്രമാണത്തിൽ പോയാൽ തോറ്റു പോകും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് തന്നെ ഈ പ്രയർ ലൈൻ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആത്മാവ് വരണം, വരുവാനുള്ളത് അറിയിച്ചു തരുമെന്ന്. എന്തൊക്കെ ചെയ്യുമെന്ന് ആത്മാവ് നമ്മളോട് പറയും. വെളിപ്പാടിൽ കൂടെ തരും. വെളിപ്പാടിന്റെ വരം തരും, ജ്ഞാനത്തിന്റെ വരം തരും. ആത്മാവിൽ കൂടെ നമ്മളോട് വെളിപ്പാടിൽ കൂടെ സംസാരിക്കും. വരാൻ പോകുന്നതൊക്കെ വിളിച്ചറിയിക്കും. അതുകൊണ്ടാണ് സ്തോത്രം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കൺവിക്ഷൻ തരുമെന്ന്. അത് തെറ്റാ മോനെ, അത് തെറ്റാ, അത് ചെയ്യരുത്. ആത്മാവ് പറയുക അവിടെ പോവരുത്, അത് കണിയാ നിനക്ക് എന്ന ആത്മാവ് പറഞ്ഞ അന്നേരം അനുസരിക്കണം. മനുഷ്യനെ അല്ല പ്രസാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയും, ഞാൻ ഇന്ന് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എന്നാൽ ഞാൻ ദൈവത്തിന്റെ ദാസനല്ല. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം വേണ്ട, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാണ്. കാരണം നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപായി നിൽക്കേണ്ടി വരും. മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്തോ കിട്ടും? നാം ജീവനോട് ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അതിന് വക്കവണ്ണം പ്രാപിക്കേണ്ട നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. അന്ന് നമുക്ക് ദൈവത്തിന് മുമ്പായ സഹായം മുമ്പായി നിൽക്കുമോ? ഞാൻ അവർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അവര് പറഞ്ഞിട്ടോ ഇവര് പറഞ്ഞിട്ടോ ചെയ്യുന്നത് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വിഷയമുണ്ടല്ലോ, പരിശുദ്ധാത്മാ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. അപ്പം പരിശുദ്ധാത്മാവ് സ്തോത്രം യോഹന്നാൻ 14:26 വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരും. കണ്ടോ, സകലവും എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യണം, സകലവും. അല്ലാതെ എന്റെ വീട്ടിലെ കാര്യം മാത്രമല്ല, വീട്ടിലെ കാര്യവും നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ വിഷയവും സകലവും. ആ വാക്യം വായിച്ചാൽ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അയ്യോ, പരിശുദ്ധാത്മാവ് സകലവും വെളിപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് വചനം പൊക്കിക്കൊണ്ട് വരുന്നത്. ഞാൻ വേറെ കാര്യം സംസാരിക്കണമെന്ന് വെച്ചിരുന്നതാണ്. അപ്പൊ ഇതല്ല, ആത്മാവിന് വിട്ടുകൊടുത്തിരിക്കുക. കാരണം അതുപോലെ പ്രസംഗിക്കുക, ഇതുപോലെ മനുഷ്യരുടെ അപ്രൂവലിന് വേണ്ടിയല്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ചെയ്യാനാ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കണ്ടിന്യൂ ചെയ്യണം. പ്രാർത്ഥന ആത്മാവിലായിരിക്കണം, ആരാധന ആത്മാവിലായിരിക്കണം, പ്രസംഗം ആത്മാവിലായിരിക്കണം. ആത്മാവ് പറയുന്ന മാത്രം മതി. അതേ എല്ലാവർക്കും പ്രയോജനം. അല്ലാതെ നാം ബുദ്ധിയുടെ പ്രമാണത്തിൽ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ പ്രസംഗം എന്തോ പ്രസംഗമാണ്, അതുകൊണ്ട് എന്തോ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അത് ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടെ ചേഞ്ചസ് വരും. പരിശുദ്ധാത്മാവിൽ കൂടെ വചനം കേട്ട് കഴിഞ്ഞാൽ ആ വചനം എന്താണെന്ന് പറയാം, ഹാമറായിട്ട് മാറും. അത് ബ്രിങ് കൺവിക്ഷൻ. പിന്നെ അത് മിററായിട്ട് മാറും. മിറർ എന്ന് പറഞ്ഞാൽ അത് നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് കാണുന്നത്.
പിന്നെ നമുക്ക് വചനം തീയായിട്ട് മാറും. തീ വന്നാൽ റിഫൈൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും തീ. ഇതെല്ലാം വചനമാണ് ചെയ്യുന്നത്, സെയിം വചനമാണ് ചെയ്യുന്നത്. വചനം ഹാമറായിട്ട് മാറും, വചനം മിററായിട്ട് മാറും, വചനം എന്തുമായിട്ട് മാറും, ഫയറായിട്ട് മാറും, വചനം സ്പീഡായിട്ടും മാറും. ഇതെല്ലാം നമ്മൾ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആത്മാവ് പറഞ്ഞെങ്കിലേ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ല പുതിയത് മാർക്കിൽ കുറച്ച് പറഞ്ഞു വിട്ടത് ഞാൻ ഒരു പ്രയോജനമില്ല. ആ പാർട്ടി നല്ല മാർക്ക് കൊടുക്കും. മാർക്ക് കൊടുത്താൽ നമുക്ക് എന്തോ കിട്ടുന്ന ഒന്നും കിട്ടത്തില്ല. നമുക്ക് മാർക്കല്ല ആവശ്യമായിരിക്കും. ആര് പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ആര് സാക്ഷ്യം പറഞ്ഞു തന്നാലും അതിനകത്ത് നല്ലത് ഏറ്റെടുക്കുക. അതെന്റെ ജീവിതത്തിൽ എനിക്കത് ഏറ്റെടുക്കാം. അതെന്റെ വിടുതലിന് വേണ്ടിയാണ്. ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വിഷയമാണ്. അത് പരിശുദ്ധാത്മാവ് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രേക്ഷകരോട് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മോടുകൂടെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മോടുകൂടെ ഇരിക്കുന്നു. നമ്മളെ സീരി എഴുതിക്കുക. എപ്പോഴും നമ്മുടെ വീട്ടിലൊരു ജസ്റ്റ് എപ്പോഴും അങ്ങ് ലിവിംഗ് റൂമിൽ ഇരിക്കാൻ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമോ? വഴക്കുണ്ടാക്കത്തില്ല. ഒരാൾ നല്ലൊരു ഡിസ്റ്റിംഗ്വിഷ് ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുക, ഓൾ ഡേ അവിടെ ഇരുന്നാൽ അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മൗനമായിരിക്കും. ഒന്നും പറയരുത്, ഞാൻ അവിടെ ഇരിക്കണം. ഇതുപോലെ ഈ ഗസ്റ്റ് ആരാന്നറിയാം? പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുക. വഴക്കുണ്ടാക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. ആ വ്യാജം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനോടാ പറയുന്നത്. ആത്മാവ് വന്നിരിക്കുന്ന ഞായറാഴ്ച ഓത്തിന് മാത്രമല്ല, എപ്പോഴും 24/7 വീട്ടിലിരിക്കുക. അപ്പൊ നമ്മൾ വേണ്ടാത്ത ഒന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കുക. അവിടെ നല്ലൊരു ഗസ്റ്റ് വന്നു നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ എന്താ എന്നറിയാമോ? ഗസ്റ്റ് അന്നേരം എന്താ പറയാ, അയ്യോ എനിക്കങ്ങ് പോയോ ഒക്കത്തോളം. എന്താ കാര്യം? കൊണ്ടോളല്ല വിഷയം. ഈ വഴക്കുണ്ടാക്കുന്നവരോട് ഞാൻ ഇരിക്കും ഇല്ല, ഇറങ്ങിപ്പോവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് പറയുന്നത്, ആത്മാവ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കുക. അതുകൊണ്ട് ആത്മാവിൽ എപ്പോഴും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കണം. സ്തോത്രം. യോഹന്നാൻ 14:16 വായിക്കുന്നു, ദൈവാത്മാവ് എല്ലാവർക്കും നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് യേശു പഠിപ്പിച്ചു. ഈ ആത്മാവ് ഉണ്ടല്ലോ, ഞാൻ അയക്കുന്ന മനുഷ്യൻ. യോഹന്നാൻ 3:34 എങ്ങനെയാ വായിക്കുന്നത്? ഞാൻ അയക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വചനം സംസാരിക്കുന്നു, ആത്മാവിനെ എങ്ങനെ കൊടുക്കുന്നു? അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുന്നത്. അളവില്ലെന്ന് ആത്മാവിനെ. എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ആത്മാവിനൊരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ഈ ആത്മാവിനെ തന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എല്ലാവരും. ആത്മാവിനാൽ മുദ്ര ചെയ്യുന്നു. കറക്റ്റ്. ശക്തി ലഭിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ശക്തി ലഭിക്കണം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അഭിഷേകം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെന്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. എന്തിനാ ശക്തി ലഭിക്കുന്നത്? മറ്റുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി സാക്ഷിക്കുവാൻ, സാക്ഷ്യം പറയുവാനാണ് ഈ ശക്തി ലഭിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്നുള്ള ഇഷ്ടം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ഈ ആത്മാവിനാലാണ് ജഡത്തിന് കീഴെ മരിക്കാൻ കഴിയും. ഈ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വന്നെങ്കിൽ മാത്രമേ, ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. അതിന് ഉദാഹരണം നമ്മൾ പെർഫെക്റ്റ് എക്സാമ്പിളാ. യേശുവിന്റെ കൂടെ പത്രോസ് 3 വർഷക്കാലം നടന്നു. അവസാനം പത്രോസ് എന്ത് ചെയ്തു? നമ്മളാരും യേശുവിന്റെ കൂടെ നടന്നിട്ടില്ല, ഫിസിക്കലായിട്ട് നടന്നിട്ടില്ല. ഇത് കൂടെ നടന്ന ഒരാള് അവസാനം എന്താ ചെയ്യുന്നറിയാമോ? പ്രാവുവാനും ആണയിടുവാനും തുടങ്ങി. എന്നാ സെയിം പത്രോസ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ നടക്കുന്നത്? ഞങ്ങൾക്ക് കണ്ടും കേട്ടും ഇരിക്കുന്ന അപ്പൊ നോക്കിക്കേ, ആത്മാവ് ലഭിക്കുന്നതിന് മുമ്പേ എന്തുവാ? പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുന്നതിന് മുമ്പേ തള്ളിപ്പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നു? പിന്നെ ബോൾഡ്, പിന്നെ സിംഹത്തെ പോലെ ഗർജിക്കുക. ഭയപ്പെടുന്നില്ല.
ആരെയും ഭയപ്പെടുന്നില്ല. ആരെയും ഇതാണ് ഭയപ്പെടുന്നില്ല. ശിക്ഷ. ആരെയും നമ്മൾ ഭയപ്പെടുന്നില്ല. യേശുവിന്റെ കൂടെ നടന്നു, നല്ലത് തന്നെ. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയിൽ തള്ളിപ്പറഞ്ഞ് വീട്ടിൽ പോകും. അതുകൊണ്ടാണ് സ്തോത്രം എന്നിൽ വെച്ച് ഈ പരിശുദ്ധാത്മാവ് വിഷയം എല്ലാവരും പ്രാപിക്കും. പരിശുദ്ധാത്മ ബാപ്റ്റിസം ദ ഹോളി സ്പിരിറ്റ് ഇസ് എ വൺ ടൈം എക്സ്പീരിയൻസ്, ഫില്ലിംഗ് ഇസ് എൻ എവറിഡേ എക്സ്പീരിയൻസ്. ഈ ആത്മ നിറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നടക്കേണ്ട കാര്യമാണ്. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചോ നമ്മൾ ചോദിക്കും, അത് വൺ ടൈം എക്സ്പീരിയൻസ്. അതെങ്ങനെ അറിയുന്ന അതിന്റെ എവിഡൻസ് ആണ് അന്യഭാഷ. അന്യഭാഷകൾ സംസാരിക്കും. അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. പിന്നെ ഈ ആത്മ നിറവെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ആത്മ നിറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അതെന്നും ആവേണ്ട വിഷയം. നമ്മൾ ഇന്നലെ ഗ്യാസ് ഒക്കെ ഒഴിച്ച് ഒത്തിരി ഡ്രൈവ് ചെയ്തു, ഗ്യാസ് ടാങ്ക് എംറ്റിയാ. പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ പോയി ഗ്യാസ് നിറയ്ക്കണം. ഞാൻ ഒരിക്കൽ നിറച്ചു, നല്ലതാ, ഒരിക്കൽ നിറച്ചു, എന്നും നിറയണം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആത്മനിറവ് എന്ന് പറഞ്ഞാൽ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആത്മനിറവ്. പത്രോസിനെ പറ്റി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നത്, പത്രോസ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. ആദിമ സഭയിൽ 7 പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. പരിശുദ്ധാത്മാവ് നിറയാന്ന് പറഞ്ഞാൽ അനുദിനം നടക്കേണ്ട വിഷയമാണ്. അഭിഷേകം പ്രാപിച്ച് കളിച്ച 10 വർഷത്തിന് മുമ്പ് അഭിഷേകം പ്രാപിച്ചു ചോദിക്കുന്നത് നിറഞ്ഞതാണോ എന്നാ. ആ പാത്രം നിറഞ്ഞിരിക്കണം. അങ്ങനെ ആത്മാവ് നിറഞ്ഞാൽ എങ്ങനെ അറിയുന്നത്? ഒരാൾ ആത്മാവ് നിറഞ്ഞെന്ന് എങ്ങനെ അറിയുന്നത്? സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും എല്ലാത്തിനും എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സൈന്. ഒരാൾ ആത്മാവിൽ നിറഞ്ഞെന്നുള്ള സൈൻ അതാ. പരാതി പറഞ്ഞു നടക്കുക, അവരുടെ ഇവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞാൻ പറയും, നിങ്ങളുടെ ഗ്യാസ് ടാങ്ക് എംറ്റിയാ, ഗ്യാസ് സ്റ്റേഷനിൽ പോകണേ, പെട്ടെന്ന് പോകണം. കാരണം അവരുടെ ഇവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച 10 വർഷത്തിന് മുമ്പ് ഇന്ന് ഗ്യാസ് ടാങ്ക് എംറ്റിയാ. പരാതി പറഞ്ഞുകൊണ്ട് നടക്കുക. ആത്മാവ് നിറഞ്ഞതല്ല. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കുകയും എല്ലാത്തിനും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. എന്തെല്ലാം കുഴപ്പം വന്നാലും ശരി. ആത്മാവ് നിറഞ്ഞതാണോ? അതുപോലെയാണ് കാരാഗ്രഹത്തിൽ ഇരുമ്പ് ചങ്ങല കിടക്കുക, കയ്യലും കാലിലും. അവരാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞപ്പോഴാ പാട്ടുപാടി ആരാധിക്കുക. വായിക്ക് ബന്ധനമില്ല, കൈക്ക് ബന്ധനമുണ്ട്, വായി ബന്ധനമില്ല. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അതാണ് ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. അപ്പൊ തന്നെ പൗലോസ് എന്ന ആത്മാവ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആത്മാവ് നിറവല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ആരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കുക, ഫോണെടുത്ത് എല്ലാവരുടെ കുറ്റം പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ഗ്യാസ് ടാങ്ക് എംറ്റിയാണ് സഹോദരാ. എന്നെ ആത്മാവിൽ നിറഞ്ഞിട്ടില്ല, അതാ അതിന്റെ കാരണം. ആത്മാവ് നിറവ് വന്നിട്ടില്ല. ആത്മാവ് നിറവ് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്യോന്യം വിളിച്ചു കഴിഞ്ഞാൽ അവരെ പ്രബോധിപ്പിക്കുക, അവരെ ഉത്സാഹിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക ചെയ്യും. അവരെല്ലാത്തിനും എപ്പോഴും മഹത്വം കരയറ്റുകയും ചെയ്യും. ആരെങ്കിലും മഹത്വം കരാറ്റാതെ പരാതി പറയുകയാണെങ്കിൽ, ഫോണിപ്പുറ വിളിച്ച് പരാതി പറയുകയാണെങ്കിൽ ഓർത്തോണം. അങ്ങനെ പറയണു. എപ്പിഎസ് ലേഖനം 5-ാം അധ്യായം എത്രാം വാക്യം? അത് 5-ാം അധ്യായം 11-ാം വാക്യം, 19-ാം വാക്യം. ഒന്നിടം വായിച്ചാൽ ആരെങ്കിലും പരാതി പറയുമ്പോൾ ഈ വാക്യം പറഞ്ഞോണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയം. ആരെങ്കിലും എപ്പിസിലേനോ 5-ാം അധ്യായം 19-ാം വാക്യം, ആരെങ്കിലും പരാതി പറയുമ്പോൾ ഇങ്ങനെ പറയണം, സഹോദര ഒരു കാര്യം ചെയ്തേരെ, എപ്പിസിൽ 5-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് പിന്നെ പറയാൻ പറയാം, വായിക്കാൻ പറയാം. അന്നേരം പരാതി നിർത്തും. അന്നേരം പരാതി നിർത്തും. അതാണ് ആത്മനിറവിന്റെ ലക്ഷണം.
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുടെ ലക്ഷണം എന്തുവാ? അന്യഭാഷ. ആരെങ്കിലും അഭിഷേകം പ്രാപിച്ചെന്ന് ചോദിക്കുമ്പോൾ അന്യഭാഷയാണ് അതിന്റെ അടയാളം. ഈ ആത്മനിറവിന്റെ അടയാളം എന്താണെന്നറിയാമോ? പരാതിയില്ല. എപ്പോഴും എല്ലാത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, ആ ഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ പാട്ടുകൾ വരും. പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. ഇരുമ്പ് കഷ്ണം പൊങ്ങി വരുന്ന പോലെ പാട്ടുകളൊക്കെ ഇനി പൊങ്ങി വരും. പിന്നെ പാട്ടുപുസ്തകത്തിന്റെ ആവശ്യമേ ഇല്ല. ആത്മീയ ഗീതങ്ങൾ അങ്ങ് വരിക. ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അനേകർക്ക് രോമാഞ്ചം കൊള്ളും ആ പാട്ട് കേട്ടാൽ. ആ പഴയ പാട്ടുകളൊക്കെ അങ്ങോട്ട് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ പ്രേസിലോട് ഇതാ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ചില പാട്ടുകളോട് വരും, പരീക്ഷ എൻ്റെത്, അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം വരും. കാരണം അത് ആത്മീയ ഗീതമാണ്, ആത്മാവ് തരുന്ന പാട്ടാണ്. പാട്ടുപുസ്തകത്തിൽ നിന്ന് വന്നതല്ലത്, ഇത് പരിശുദ്ധാത്മാവ് തരുന്ന പാട്ടാണ്. ആ പാട്ടങ്ങോട്ട് പാടുമ്പോൾ ഉണ്ടല്ലോ കേൾക്കുന്നവർക്ക് എന്തോ ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കുന്നു. ഓ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറവശമാണല്ലോ, പലപ്പോഴും ഞാൻ പരാതി പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആരെങ്കിലും പരാതി പറയുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കാൻ പറഞ്ഞാൽ മതി. അഭിഷേകം പ്രാപിച്ചെന്നുള്ളതിന് തെളിവെന്തോ? അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അതിനാദ്യം നമ്മൾ പറഞ്ഞ പോയിന്റുകൾ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളോട് വചനം സംസാരിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഇന്നലെ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. അതിനാദ്യം ചെയ്യേണ്ട വിഷയമുള്ളത്, ആദ്യം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടവർ ആദ്യം നിന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് വായിക്കും. സ്നാനപ്പെടുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിക്കാം. അത് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിക്കാം. അതും അങ്ങനെയും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹൃദയം അതിനായിട്ട് ഒരുക്കപ്പെടണം. ഒരുക്കപ്പെട്ടിടത്ത് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരത്തുള്ളൂ. പിന്നെ നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. അത് വിടാൻ പറഞ്ഞാൽ വിടണം. ഓ അതങ്ങനെ വിടാനൊക്കത്തില്ല അവിടെ ഇരുന്നോ. അനുസരണമുള്ളവനായിരിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട വിഷയം, നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ദൈവം മുൻപാകെ പ്രതിഷ്ഠിക്കണം. യഹോവയ്ക്ക് പ്രതിഷ്ഠിച്ചു, അപ്പോഴാ തേജസ് ഇറങ്ങിയത്. ആരെയും പണിതു, യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കണം. നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് അങ്ങ് പ്രതിഷ്ഠിച്ചു കൊടുക്കണം. ഇനി ഞാൻ കർത്താവിന്റെ വകയാണെന്ന് പറയണം. അപ്പോഴാണ് ആത്മാവ് ശക്തിയോടുകൂടെ കടന്നു വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വിഷയം, തകരപ്പെട്ട ഹൃദയത്തോടുകൂടി, തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പുളിപ്പില്ലാത്ത വടകളോ ദോശകളോ കൊണ്ടുവന്ന ശേഷം അതിനെ കഷ്ണമായി നുറുക്കിയ ശേഷം അതിന്മേൽ എണ്ണ ഒഴിക്കണം. നുറുങ്ങിയുള്ള ഹൃദയത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ ചെയ്യേണ്ട വിഷയം എന്ന് പറയാം, ആത്മാവ് പ്രാപിക്കാൻ വലിയ ദാഹമുണ്ടായി. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്നാ ഒഴുകുന്നത്. ഉള്ളിൽ ഓൾറെഡി സീൽ ചെയ്തിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ആ ആത്മാവ് അങ്ങോട്ട് ശക്തിയോടുകൂടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുക, വായിക്കൂടെ ഒഴുകുക. ആ ഒഴുകുന്നതാണ് അന്യഭാഷ. ആ ഒഴുകുന്ന ഒഴുക്കാണ് അന്യഭാഷ. ആ ആത്മാവിന്റെ നദി അങ്ങ് ഒഴുകുക വായിക്കൂടെ. എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുക. അപ്പൊ നമ്മൾ വായിക്കുന്നത്, അപ്പം സ്തോത്രം. അപ്പൊ എന്നിൽ വിശ്വസിക്കുന്നതിന് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ആത്മാവിനെ പ്രാപിക്കാനുള്ള വലിയ ദാഹം നമ്മുടെ ഉള്ളിൽ ചെയ്യണം. ഞാൻ അവിടെ ബൈബിൾ കോളേജിൽ വന്നപ്പം ബീഹാറിൽ നിന്നൊരു ഒരു ബ്രദറാണ് വന്നത്, മഹേന്ദ്ര എന്നാ പേര്. ഞാൻ അവിടെ പറഞ്ഞു, ബൈബിൾ കോളേജ് വന്ന എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് 3 15 വർഷം ബൈബിൾ കോളേജ് പഠിക്കാം, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാനോ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടാ എന്തോ കിട്ടും? ഇന്നടത്താ പഠിച്ച് അവിടെ പഠിച്ച് നല്ലത് തന്നെ. ഞാൻ ചോദിക്കും, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചതാണോ എന്നാ ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനോടെല്ലാം പറഞ്ഞു, ഈ ആഴ്ച നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരുണ്ട്, പ്രാപിക്കാത്തവരുമുണ്ട്. എല്ലാവരും ആത്മാവ് നിറയണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു, ഒരു നേരം കഴിച്ചുകൊണ്ട് ഉപവസിക്കണം. അപ്പം അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഒരാഴ്ച പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം മഹേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ബ്രദർ ബീഹാറിൽ നിന്ന് വന്നതാ. ഈ കഴിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് എല്ലാം കഴിക്കുന്ന സമയത്ത് അവൻ വെട്ടിച്ച് പോയി. അവനെന്തോ തീരുമാനം എടുത്തോന്നറിയാം, ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഈ ആത്മാവ് പ്രാപിക്കാതെ അവൻ ഒന്നും കഴിക്കുന്നേ ഇല്ല. അവന്റെ തീരുമാനം 7 ദിവസം കഠിന ഉപവാസം എടുത്തു. ആരോടും പറഞ്ഞില്ല, ഞാൻ ഉപവസിക്കാമെന്നൊന്നും പറഞ്ഞില്ല.
7-ാമത്തെ ദിവസം ഞായറാഴ്ച രാവിലെ 5 മണി ആയപ്പോൾ ഞാൻ വെളുപ്പിനെ അങ്ങോട്ട് ഇങ്ങോട്ട് വെളിയിൽ നിന്നപ്പോൾ ഉണ്ടല്ലോ, റൂമിന് വെളിയിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര അന്യഭാഷയുടെ ശബ്ദം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് പ്രൈസിലോട് നല്ലവണ്ണം അന്യഭാഷയെല്ലാം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ക്യാമ്പസിൽ നല്ല അന്യഭാഷയാണ്. എനിക്ക് ഈ അന്യഭാഷയുടെ ശബ്ദം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം. ആരെങ്കിലും അന്യഭാഷ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ശബ്ദം. അപ്പൊ ഞാൻ ഇതാരാന്ന് കണ്ടുപിടിച്ചേക്കത്തുള്ളൂ. എനിക്കിഷ്ടമുള്ള ഭാഷയല്ലേ അന്യഭാഷ. ഞാൻ ഒത്തിരി ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോൾ ബൈബിൾ കോളേജിന്റെ ബിൽഡിങ്ങിന് അവിടുന്ന് ഉയരുന്നത് മനസ്സിലായി. അതിന്റെ 2-ാമത്തെ ടോപ്പ് ഫ്ലോറിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇരുട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവിടെ നിന്ന് ചെല്ലണം. ഞാൻ ലൈറ്റും എടുത്തുകൊണ്ട് പ്രൈസിലോട് ബൈബിൾ കോളേജിന്റെ മേളത്തെ ബിൽഡിംഗ് ചെന്നപ്പോൾ ഈ മഹേന്ദ്രനാണ് അവിടെ ഇരിക്കുന്നത്. കണ്ണടച്ചോട് അന്യഭാഷ പറയാ. ഞാൻ അവനെ തട്ടി ഉണർത്തി. ഞാൻ ചോദിച്ചത് എന്തോ സംഭവിച്ചു സഹോദര? പക്ഷേ ഞാനിവിടെ ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു മേലിൽ വരാൻ, ബൈബിൾ കോളേജിന്റെ മേളത്തെ ടോപ്പിൽ വരാൻ പറഞ്ഞു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ദൈവത്തെ സ്തുതിച്ചോണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്താണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഒന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു, ഈ ആത്മാവിനെ പ്രാപിക്കുന്നുള്ള ആവേശത്തിന്റെ ഉള്ളി വന്നു. അതിനുവേണ്ടി whatever it takes, as long as it takes, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാ. അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. നോക്കിക്കേ, ദൈവാത്മാവ് നമ്മളോട് പറയും, ചിലപ്പോൾ ഉപസിക്കാൻ പറയും, ചിലപ്പോൾ ചില കാര്യം വിട്ടുകളയാൻ പറയും. ഇതെല്ലാം ആത്മാവ് പറയണം. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ആത്മാവ് പ്രാപിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്തോത്രം. ലൂക്കോസിന് ശേഷം 11-ാം അധ്യായം 13-ാം വാക്യം വായിച്ചു. ലൂക്കോസിന് ശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. വേഗം വായിക്കണേ. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ ദോഷങ്ങളായ മക്കൾക്ക് നല്ല കാര്യങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. കണ്ടോ? തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. സ്തോത്രം. ഇവിടെ വായിച്ചു നോക്കിയാൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ ജാഗരിക്കണം. കീപ് ഓൺ പ്രേയിങ് until I filled with the Holy Spirit. അപ്പം പരിശുദ്ധാത്മാവിനാൽ ആ വാക്യമാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. 7-ാമത്തെ കാര്യം. പിന്നെ ആത്മാവിനെ പ്രാപിക്കാൻ എന്ത് വേണമെന്നറിയാം? നമുക്ക് വിശ്വാസവും വേണം. കാരണം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കണം. അപ്പം ആത്മാവിനെ പ്രാപിക്കാൻ എന്ത് വേണം? വിശ്വാസം അത്യന്താവശ്യമാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ. പ്രൈസിലോട്. പിന്നെ നമ്മൾ വായിക്കുന്നത് സ്തോത്രം. പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്തോത്രത്തെ യാചരിക്കണം. എന്ത് ചെയ്യണം? സ്തോത്രത്തിൽ ശലോമോന്റെ ആലയത്തിൽ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒരുമിച്ച് കാഹളനാദത്തോടും വാദ്യത്തോടും കൈത്താളങ്ങളോട് യഹോവ നല്ലവനല്ലോ അവന്റേതായ എന്നേക്കും ഏകസ്വരമായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് ദൈവദേവത്തിനാൽ നിറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ സ്തോത്രത്തെ ജാഗരിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിക്കണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവിന്റെ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. മൗനമായിരുന്നാൽ വായു അടച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവിഷ്യം പ്രാപിക്കാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ എന്നുള്ള സ്തോത്രത്തിൽ ജാഗരിക്കും. വാദം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം ചിലപ്പോൾ അങ്ങ് വേറെ ഭാഷയായിട്ട് അങ്ങ് മാറും. മൗനമായിരിക്കരുത്. മൗനമായിരുന്നാൽ ഒരു കാലത്തും വിഷയം പ്രാപിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്തോത്രത്തിൽ ജാഗരിക്കണം. പിന്നെ നമ്മൾ എന്ത് വിഷയം എന്നറിയാം? യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ആശ്രയം. പ്രൈസിലോട്. അപ്പം കർത്താവിന്റെ യേശുവിന്റെ രക്തത്തിൽ അങ്ങോട്ട് പ്ലീഡ് ചെയ്യണം. യേശുവിന്റെ രക്തം എന്റെ ചുറ്റും തളിക്കുന്നു. പ്രൈസിലോട്. എന്റെ അവയവങ്ങളുടെ മേൽ യേശുവിന്റെ രക്തം, എന്റെ നാവിന്മേൽ, എന്റെ വായുടെ മേൽ യേശുവിന്റെ രക്തം ഞാൻ തളിക്കുന്നു. പിന്നെ നമ്മൾ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, ആരാധിച്ചുകൊണ്ടിരിക്കണം. ഈ സ്തോത്രം പറയുന്ന ഭാഷ അങ്ങ് തെറ്റും, അത് വേറെ ഭാഷയായിട്ട് അങ്ങ് മാറും. അതാണ് അന്യഭാഷ. ഞാൻ പറഞ്ഞില്ലയോ, ഈ കാര്യങ്ങൾ ക്രമീകരണത്തോട് ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മൾ പ്രജകളോട് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതിനെല്ലാം വിട്ടുകളയണം. പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ടിരിക്കണം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്ത് ഒഴുകുന്നത്. പിന്നെ നമ്മൾ ആത്മാവിനെ പ്രാപിക്കാൻ വലിയ ദാഹം ഉണ്ടായിരിക്കണം. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ഈ പരിശുദ്ധാത്മാ വിഷയം പ്രാപിക്കാനുള്ളവരെല്ലാം നമ്മുടെ ലൈനിൽ ആരൊക്കെ ഉണ്ടോ
പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാനുള്ളവരെല്ലാം പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം. അതിന് തീരുമാനമെടുക്കണം. ബീഹാറിൽ നിന്ന ബ്രദറിനെ പോലെ അതിനുവേണ്ടി ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് ആത്മാവിന്റെ അഭിഷേകം വേണം. ഈ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മനിറവ് ലഭിക്കത്തുള്ളൂ. ഈ ആത്മനിറവ് എന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം, എന്നാലേ ആത്മാവ് നിറയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ദൈവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് സമ്പൂർണ്ണമായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവെ, വീണ്ടും ഞങ്ങൾ ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു. ഞങ്ങളെ സഹായിക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമല്ലോ. ഈ രാവിലെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ സ്തോത്രം. കേട്ട വചനം എല്ലാവർക്കും ഉപകാരമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ വരുന്ന ഒരാഴ്ചക്കാലം കർത്താവെ, ഈ വർഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാനുള്ളവരെല്ലാവരും പ്രാപിപ്പാൻ നീ സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിരിക്കാൻ ഞങ്ങളുടെ ജീവിതം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായി പാരണമേ. യേശുവിൻ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ.